അതേപോലെ തന്നെ അപ്പുറത്ത് സലഫിന്റെ കൂടെ കൂടിയാൽ, ജമാഅത്ത് ഇസ്ലാമിന്റെ കൂടെ കൂടിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യരാണെന്ന് പറയുന്ന ആശയത്തിൽ പെട്ടുപോയാൽ, അള്ളാഹുവിന് കയ്യും കാലും ഉണ്ടെന്ന് പറയുന്ന ആശയത്തിൽ പെട്ടുപോയാൽ, സുബ്ഹാനല്ലാഹ്, നബി തങ്ങളടക്കമുള്ള അമ്പിയാക്കളുടെ ശരീരം മണ്ണിൽ നിന്ന് ജീർണിച്ച് നശിച്ചുപോയി എന്ന് പറയുന്ന ആശയത്തിൽ പെട്ടുപോയാൽ ഈമാനില്ലാതെ മരിച്ചു പോകും. ഈ ജനങ്ങൾ ഈമാനോടുകൂടെ ജീവിച്ച് മരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മുടെ ഖിദ്മത്ത്, അതിനുവേണ്ടിയാണ് നമ്മുടെ സംഭാവന, അതിനുവേണ്ടിയാണ് നമ്മുടെ എത്രയോ സ്ഥാപനങ്ങളും പണ്ഡിതന്മാരുമുണ്ട്. എല്ലാവരും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. അവിടെ നമ്മൾക്ക് അതും പറ്റും ഇതും പറ്റും എന്ന് പറയുന്ന ആശയം നമുക്കില്ല. അങ്ങനെ ഉണ്ടല്ലോ, കുരുടന്റെ പടി പോലെ എന്ന് പറയും. അതായത് കണ്ണിന് കാഴ്ചയില്ലാത്തവന്റെ പടി ചിലപ്പോ കൊണ്ടുപോയിട്ട് മൂത്രത്തിലും കൂത്തും, അധികം കൊണ്ടുപോയി പള്ളിയിലും കൂത്തിന്ന് വരും. അങ്ങനെയുള്ള ഏർപ്പാടൊന്നും നമുക്കില്ല. നമുക്ക് സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, ഞാൻ ഇന്നലെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഒരുത്തന്നെ എന്ത് ചെയ്തു, ഒരു പുതിയാപ്പിളയാക്കിയിട്ട് ഒരു മുജാഹിദിനെടുത്തു. പുതിയാപ്പിള വരുമ്പോ കൈകെട്ടൽ നെഞ്ഞത്ത് ഇങ്ങനെ മേലോട്ട് കയറ്റിയിട്ട്, അലാസദ്രി ഈ അർത്ഥം വെച്ചാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അലാക്ക് അടുക്കൽ എന്നാണ് അർത്ഥം. അപ്പൊ എന്തായി, നെഞ്ഞത്ത് കൈവച്ചു. അപ്പൊ ആ പുതിയാപ്പിളിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നെഞ്ഞത്ത് കൈവച്ചു. കുറച്ചു കഴിഞ്ഞ് മറ്റൊരു പുതിയാപ്പിള സുന്നിയാണ്. അയാൾ വരുമ്പോ താഴെ കൈവെക്കും. ഒരു ദിവസം രണ്ടാളും ഒന്നിച്ചിങ് വന്നു. അപ്പൊ അല്ലാഹു അക്ബർ, ഒന്ന് താഴെ ഒന്ന് ചോടെ. ഇങ്ങനെ സുബ്ഹാനല്ലാഹ്, സുന്നത്ത് ജമാഅത്തിന്റെ പരിപാടിക്കുണ്ട്, അപ്പുറത്തെ പരിപാടിക്കുണ്ട്. ഇങ്ങനത്തെ ഈ ഇരട്ടത്താപ്പ് നയൊന്നും സുന്നത്ത് ജമാഅത്ത് വരൂല. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മഹാനായ സയ്യിദുനാ ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു കിതാബുൽ ഗുന്യത്തിൽ പറഞ്ഞതുപോലെ, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി സവായിഖുൽ മുഹരിഖയിൽ എടുത്തു ധരിച്ചതുപോലെ, ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്കാറിൽ പറഞ്ഞതുപോലെ, അതെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ പഠിപ്പിച്ചതുപോലെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിച്ചതുപോലെ, ഇദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ ഫഅരിദ് അൻഹും ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈരി വഇമ്മാ യുൻസിയന്നക അശ്ശൈത്താനു ഫലാ തഖഉദ് മഅ الذിക്റ വലാ തഖഉദ് ബഅദ الذിക്റ മഅൽ ഖൗമിൽ ളാലിമീൻ. സുന്നത്ത് ജമാഅത്തിനെതിരായി ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്ന കക്ഷികളുടെ കൂടെ ഇരിക്കാൻ പാടില്ല. അവർക്ക് പ്രചോദനം നൽകാൻ പാടില്ല. അവരുമായി ബന്ധപ്പെടാൻ പാടില്ല. സുന്നത്ത് ജമാഅത്തിൽ വെള്ളം ചേർക്കാതെ, പരസ്പരം അല്ലാത്തതും ഇതും കൂട്ടിച്ചേർക്കാതെ, സുന്നത്ത് ജമാഅത്ത് മാത്രം നിഷ്കളങ്കമായി അതിവിടെ പ്രചരിപ്പിക്കുക എന്നതാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. അതിന്റെ മേന്മക്ക് വേണ്ടിയാണ്, അതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ കേരള യാത്രയും. ഇൻഷാ അല്ലാഹ് ഇനി പിന്നീട് വരുന്ന നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അതിമഹത്തായ സമ്മേളനവുമൊക്കെ അതിന്റെ ഭാഗമാണ്.